ഒരു പാർക്കിലായിട്ട് ജാപ്പനീസ് സ്കൂൾ പെൺകുട്ടി ഇരിക്കുന്ന കണ്ടപ്പോ വിളിച്ചിട്ടും റെസ്പോണ്ട് ഇല്ലാതെ അവളുടെ അരികിലെത്തിയപ്പോഴാണ് അവൾ ഓൾറെഡി മരണപ്പെട്ടിരിക്കുകയെന്ന് മനസ്സിലാവുന്നത്. പിന്നീട് ഈ ഒരു കഥയില് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കിടിലൻ ട്വിസ്റ്റുകളാണ് നമ്മുടെ ഡിറ്റക്റ്റീവും അസിസ്റ്റൻസും ചേർന്ന ടീം കണ്ടെത്തുന്നത്. ട്വിസ്റ്റ് പ്രേമികള് ഒരിക്കലും ഈ കഥ മിസ്സാക്കരുത്. ഇതിലും അടിപൊളി കിടിലൻ കഥകള് നിങ്ങളിലേക്ക് വേഗത്തിലെത്തിക്കാൻ ഒരു മോട്ടിവേഷനായിട്ട് നിങ്ങൾ എനിക്ക് ആകെ ചെയ്തു തരേണ്ടത് ഇപ്പൊ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ആ ഒരു ഹൈപ്പും കൊടുക്കുക. ഈ കഥയ്ക്ക് എത്ര സ്റ്റാർ കൊടുക്കാൻ പറ്റുമെന്ന് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇതുപോലുള്ള കഥകളിൽ കാണുന്ന തോന്നുകയാണെങ്കിൽ ട്വിസ്റ്റ് മലയാളം നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോ തുടങ്ങിയാലോ? കഥയുടെ ആരംഭത്തില് ഒരാള് അതിരാവിലെ ജോഗിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുറച്ചകലെയായിട്ട് ഒരു പെൺകുട്ടി ഇരിക്കുന്നത് അങ്ങേര് കാണുന്നുണ്ട്. ഇതെന്തായിരിക്കും രാവിലെ ഈ പെൺകുട്ടി ഇവിടെ വന്നിരിക്കുന്നത്? അങ്ങനെ പതിയെ ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി നോക്കുമ്പോ അവള് വെറുതെ അവിടെ വന്നിരിക്കുകയല്ല, അവള് മൃഗീയമായിട്ടാരോ കൊലപ്പെടുത്തിയതാണ്. കണ്ടുടൻ തന്നെ അങ്ങേര് പോലീസിന് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോലീസ് ടീമും വന്നു ചേരുകയാണ്. കൊല്ലപ്പെട്ട ആ ഒരു പെൺകുട്ടി നമുക്ക് എക്സ് എന്ന് വിളിക്കാം. എക്സിന്റെ ബോഡി കണ്ടപ്പോ പോലീസുകാര് മുഴുവനായിട്ട് വല്ലാതെ തരിച്ച് ഷോക്കായി പോകുന്നുണ്ട്. അതായത് ആ കൊലയാളി എക്സിനെ കൊലപ്പെടുത്തുക മാത്രമല്ല, അവളുടെ ശരീരത്തിലെ ഇന്നർ ഓർഗൻസ് മുഴുവനായിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. അതായത് കിഡ്നി, ലിവർ, ഹാർട്ട്, അതുപോലുള്ള എല്ലാ ഓർഗൻസും. അപ്പോ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ പുതുതായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നിട്ടുള്ള അസിസ്റ്റന്റ് അവനെ വിളിച്ചിട്ട് അവനോട് പറയുന്നുണ്ട്, ഈ ഒരു കേസ് അത് നമ്മൾ ഡീൽ ചെയ്താല് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാനോ ഇതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്താനോ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ഹോസ്പിറ്റലില് ഒരു ഓഫീസർ ഉണ്ട്, നീ അങ്ങേരെ പോയിട്ട് കണ്ട് കൂട്ടിയിട്ട് വാ. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആ ഒരു ഹോസ്പിറ്റലിലുള്ള ഓഫീസറെയാണ്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഈ കഥയിലെ പോലീസുകാരനായ ഹീറോയാണ്. ഇപ്പോ നമ്മുടെ ഹീറോ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചാല് നമ്മുടെ ഹീറോയുടെ മകൾക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള ഒരു അസുഖമുണ്ട്. അപ്പോ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് മകളെയും കൂട്ടിയിട്ട് ഹീറോ വന്നിട്ടുള്ളത്. എന്നാൽ മകളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഹീറോയോട് അത്ര നല്ല ടേംസിലല്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ഹീറോ തീരെ കെയർ ചെയ്യാറില്ല. അങ്ങനെ അവളെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് ഹീറോ പുറത്തേക്ക് വന്നിട്ട് അവരുടെ ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടറെ കാണാണ്. അപ്പോ നമ്മുടെ ചീഫ് ഡോക്ടർ പറയുന്നുണ്ട്, ഹീറോയുടെ മകൾക്ക് അവളുടെ 2 കിഡ്നിയും ഫെയിലർ ആയി പോയിട്ടുണ്ട്. അപ്പോ ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു കിഡ്നിയെങ്കിലും മാറ്റി വെക്കാൻ കഴിഞ്ഞാലേ അവളുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയോ. ചീഫ് ഡോക്ടർ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് വലിയ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ഈ ഒരു സമ്മതപത്രത്തില് സർജറി ചെയ്യാനുള്ള സൈൻ ഒന്ന് ചെയ്യേ. നിങ്ങളുടെ മകൾക്ക് ബാധിച്ചിട്ടുള്ള ഈ ഒരു അസുഖം ഒരു കോമൺ ഇഷ്യൂ ആയിട്ടുണ്ട്. അതുകൊണ്ട് അധികം താമസിക്കാതെ തന്നെ മകൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കിഡ്നി ഡോണറെ നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഹീറോ സൈനും ചെയ്തിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോഴാണ് ഹീറോയെ തേടിയിട്ട് നമ്മുടെ അസിസ്റ്റന്റ് പയ്യൻ വന്നിരുന്നില്ലേ, അവൻ ആ ഒരു എക്സിന്റെ കൊലപാതകത്തെ കുറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് ഹീറോയെ കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പോ തിരക്ക് പിടിച്ച് ഹീറോ പോകുമ്പോ കുറച്ചകലെ നിന്നിട്ട് ആ ഹോസ്പിറ്റലിലെ ഒരു ലേഡി ഡോക്ടർ ഹീറോയെ തന്നെ തുറിച്ച് നോക്കുന്നുണ്ട്. ഈ ഒരു ലേഡി ഡോക്ടറെ നമുക്ക് ഹീറോയിൻ എന്ന് വിളിക്കാം. അങ്ങനെ ഹീറോയും അസിസ്റ്റന്റും കൂടി നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് എക്സിന്റെ കൊലപാതകത്തെ കുറിച്ച് ചർച്ച നടത്തുന്ന ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ലാസ്റ്റ് ബെഞ്ചിലേക്ക് ഹീറോയും അസിസ്റ്റന്റും പോയിരിക്കുകയാണ്. കഥയുടെ തുടക്കത്തില് കൊല്ലപ്പെട്ട ആ ഒരു പെൺകുട്ടിക്ക് വെറും 21 വയസ്സ് മാത്രമാണ് പ്രായം. ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ അവൾക്ക് അധികം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. അതുപോലെ പാരന്റ്സുമായിട്ടും കൂടുതൽ അവള് മിങ്കിളായിട്ട് പെരുമാറാറുണ്ടായിരുന്നില്ല. ആ ഒരു കൊലയാളി ആദ്യം ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കയറിട്ട് കയറ് മുറുക്കി കൊലപ്പെടുത്തിയിട്ട് അതിനുശേഷമാണ് അവളുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസ് ആയിട്ട് അവൻ റിമൂവ് ചെയ്തത്. അപ്പോ അവര് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ശരീരം വളരെ നീറ്റായിട്ട് സർജിക്കൽ നൈഫ് വെച്ചിട്ടാണ് ആരോ കട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ ഇവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ കൊലയാളി ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫോറൻസിക് ഡോക്ടറോ അനലിസ്റ്റോ ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആളെങ്കിലും ആയിരിക്കാം. എന്നാൽ ഇപ്പോ വ്യക്തമായിട്ട് യഥാർത്ഥ കൊലയാളിയുടെ പ്രൊഫഷൻ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനു പുറമെ എക്സിന്റെ മൊബൈൽ ഫോണും കൊലപാതകം നടന്ന ഏരിയ മുഴുവൻ സെർച്ച് ചെയ്തിട്ടും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോ യഥാർത്ഥ കൊലയാളി ആ മൊബൈൽ ഫോണും കൊണ്ടുപോയിട്ടുണ്ട്. കാരണം മൊബൈൽ ഫോൺ വെച്ചിട്ട് അവന്റെ അടുത്തേക്ക് പോലീസ് എത്തിയാലോ. അങ്ങനെ ഇവരുടെ ഡിസ്കഷനിലെ അധികം കാര്യമൊന്നും അവർക്ക് വ്യക്തമായിട്ടില്ല. അപ്പോ ബാക്കി പോലീസുകാരോട് അവരുടെ ഹെഡ് പറയുന്നുണ്ട്, എല്ലാ ആളുകളും വ്യക്തമായിട്ട് ഒന്ന് കേൾക്ക്. അതായത് ആരാണ് ഇത്ര മൃഗീയമായിട്ട് ഒരു കൊലപാതകം ചെയ്തിട്ട് പബ്ലിക്കിന്റെ മുമ്പില് ആ ശരീരം പ്രദർശിപ്പിച്ചിട്ടുള്ളത്? അവൻ സാധാരണക്കാരനല്ല, ഒരു ഭയമില്ലാത്ത
പോലീസിനെ വെല്ലുവിളിക്കുന്ന ഒരുത്തനാണ്. ഇപ്പോ അവൻ നമ്മളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മാനം അഥവാ പോലീസിന്റെ മാനം പോവാതിരിക്കാൻ അധികം വൈകാതെ വളരെ പെട്ടെന്ന് തന്നെ ആ കൊലയാളിയെ നമ്മൾ ഏത് വിധേനയോ പൂട്ടണം. അങ്ങനെ ഓരോ പോലീസുകാരനെയോ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ ഹെഡ് ചൂട് പിടിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു മീറ്റിംഗ് അവസാനിക്കുകയാണ്. ഇനി പോലീസുകാർക്ക് ഒരു വലിയ ചടങ്ങ് നിറവേറ്റാനുണ്ട്. അതായത് ഇപ്പൊ മരണപ്പെട്ട എക്സിന്റെ ബോഡി അവരുടെ ഫാമിലിക്ക് കാണിച്ചു കൊടുക്കണ്ടേ. ആ സമയത്ത് അവരുടെ കൺട്രോൾ മുഴുവനായിട്ട് കയ്യിന്ന് പോകും. അപ്പോ സ്റ്റാർട്ടിങ്ങില് എക്സിന്റെ ക്രൈം സീനിലേക്ക് പോയ ആ ഒരു ഇൻസ്പെക്ടർ നമ്മുടെ ഹീറോയെ എക്സിന്റെ ബോഡി അവരുടെ ഫാമിലിക്ക് കാണിക്കാനുള്ള ജോലി ഏൽപ്പിക്കുകയാണ്. എന്നാൽ അത് കണ്ടപ്പോ നമ്മുടെ ജൂനിയറിന് ഒരു സംശയം. ഇൻസ്പെക്ടറോട് ജൂനിയർ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മുടെ ഹീറോ അല്ലാതെ വേറെ എത്രയോ ഉയർന്ന ഓഫീസേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്, പിന്നെ എന്തുകൊണ്ടാ അവരെ ഈ ഒരു ജോലി ഏൽപ്പിക്കുന്നേ? അപ്പോ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ആഹാ മോനെ, നിനക്ക് അവനെ കുറിച്ച് അറിയില്ലല്ലോ. അവൻ നല്ലൊരു കല്ല് മനുഷ്യനാണ്. അതായത് അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവന് ഒരു കുഞ്ഞു മോളെയും കൊടുത്തിട്ട് ഭാര്യ മരണപ്പെട്ടിട്ട് പോലും അവനൊന്ന് ഇടറിയിട്ടില്ല. അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പുറത്തു വന്നിട്ടില്ല. കല്ല് മനുഷ്യനെ പോലെ അവനത് ഫേസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രല്ല, ഇപ്പോ അവന്റെ മകള് കിഡ്നി ഫെയിലർ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ലേ? അവന്റെ മുഖം കാണുമ്പോ അങ്ങനെ വല്ല ടെൻഷനുള്ള ഒരാളായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? അതായത് അവനൊരു കല്ല് മനുഷ്യനാണ്. പെട്ടെന്ന് ഒരു ഇമോഷൻസും അവനെ തളർത്താറില്ല. അതുമാത്രല്ല, അവന്റെ മുൻപില് ഒരാള് അവനോട് ചില കാര്യങ്ങൾ പറയുമ്പോ അത് സത്യമാണോ നുണയാണോ എന്ന് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് അവന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. നിന്റെ കരിയർ പെട്ടെന്ന് ഡെവലപ്പ് ആവാന് അവനെ പോലെ ഒരാളുടെ കീഴിൽ വേണം നീ ജോലി ചെയ്യാന്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, അവന്റെ അസിസ്റ്റന്റ് ആയിട്ട് നീ ഇന്ന് തന്നെ ജോയിൻ ചെയ്യേ. അങ്ങനെ ഹീറോയും അസിസ്റ്റന്റും കൂടി എക്സിന്റെ ബോഡി അവരുടെ ഫാമിലിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എക്സിന്റെ അമ്മയാണെങ്കിൽ നെഞ്ച് പൊട്ടി തകർന്ന് കരയുന്നുണ്ട്. മോളെ, നിനക്ക് വീണ്ടും ജീവിക്കാന് ഒരവസരം കിട്ടിയിട്ടും നിന്റെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോടി. എന്നാൽ അത് കണ്ടിട്ട് നമ്മുടെ അസിസ്റ്റന്റിന്റെ കണ്ണ് നിറയുന്നുണ്ട്. എന്നാൽ ഹീറോ ഇൻസ്പെക്ടർ പറഞ്ഞ പോലെ കല്ല് പോലെ നിൽക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ആ ഒരു നഗരത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടർ ചാനലിന് യഥാർത്ഥ കൊലയാളി ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. അതായത് ഞാനാണ് എക്സിനെ കൊലപ്പെടുത്തിയത്. അതുമാത്രമല്ല, അതിനുശേഷം അവളുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസും ഞാൻ തന്നെയാണ് പുറത്തെടുക്കുകയും ചെയ്തത്. ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു സന്തോഷമുണ്ടല്ലോ, അത് ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് സ്വന്തം ജാക്ക് എന്ന് അവന്റെ പേരോടുകൂടി ഒരു ലെറ്റർ ആ റിപ്പോർട്ടർ ടിവിക്ക് അവൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു ലെറ്റർ ഒരു ന്യൂസ് ചാനൽ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അവര് വേറെ ഒന്നും ചിന്തിക്കില്ല. പോലീസിനെയോ ആരെയും അറിയിക്കാതെ ആ ഒരു ലെറ്റർ അവര് പബ്ലിഷ് ചെയ്യാണ്. ആ ഒരു ന്യൂസ് നമ്മുടെ ഹീറോയും അതുപോലെ മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റും കാണുന്നുണ്ട്. എന്നാൽ ആ ഒരു ലെറ്ററില് യഥാർത്ഥ കൊലയാളിയുടെ പേര് ജാക്ക് എന്നല്ലേ അവൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ജപ്പാനില് ആരും ജാക്ക് എന്ന പേര് വെക്കാറില്ല. അപ്പോ ഇതൊരു ഇംഗ്ലീഷുകാരന്റെ സായിപ്പിന്റെ പേരാണ്. അതെന്തിനാ സായിപ്പിന്റെ പേര് കില്ലർ ഉപയോഗിക്കുന്നത്? അതിനെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുമ്പോൾ 19ാം നൂറ്റാണ്ടില് ലണ്ടൻ നഗരത്തെ യഥാർത്ഥത്തിൽ വിറപ്പിച്ച ഒരു സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു. അവന്റെ പേര് ജാക്ക് ദ റിപ്പർ. അവൻ കൊല ചെയ്യുന്ന രീതിയും ഇതുപോലെ തന്നെ ചില വേശ്യകളായിട്ടുള്ള സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ ശരീരത്തിലെ ഇന്നർ ഓർഗൻസ് റിമൂവ് ചെയ്ത് പുറത്തെടുക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഒരു കില്ലറും കൊലപാതകം ചെയ്യുന്നത്. അപ്പോ ജാക്കിനെ അഥവാ ജാക്ക് ദ റിപ്പറിനെ കോപ്പി ചെയ്തിട്ടാണ് ഈ ഒരു കില്ലറും കൊലപാതകം ചെയ്യുന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ന്യൂസ് റിപ്പോർട്ടറിന് ആ ഒരു ലെറ്റർ കിട്ടിയിട്ട് പോലീസിനെ അറിയിക്കാതെ ഡയറക്റ്റ് അവര് ആ ഒരു ന്യൂസ് എയർ ചെയ്യല് ചെയ്തേ. അപ്പൊ അതിനെക്കുറിച്ച് ഹീറോ ചോദിക്കാന് അസിസ്റ്റന്റിനെ കൂട്ടിയിട്ട് ന്യൂസ് ചാനലിന്റെ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ ചാനലിന്റെ ഓണർ പറയുന്നുണ്ട്, ആ ഒരു ലെറ്റർ വന്ന ഉടൻ തന്നെ നിങ്ങളോട് പറയാനാ ഞങ്ങളും കരുതിയേ. എന്നാൽ ഞങ്ങളുടെ എല്ലാ ലാൻഡ് ലൈനുകളും ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങൾ അറിയിക്കാൻ പറ്റാത്തത്. അധികം ഡിലേ ചെയ്യാതെ അത് നമ്മൾ എയറും ചെയ്തത്. അങ്ങനെ പച്ചക്കള്ളം ഹീറോയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? ആ ഒരു ലെറ്റർ അല്ലേ, അത് എന്റെ കയ്യിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫിംഗർ പ്രിന്റ് മാത്രമേ ആ ഒരു ലെറ്ററിൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് കില്ലർ ഇപ്പോ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾക്കല്ലേ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ, പാസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നടത്താൻ പോകുന്ന കേസ് അന്വേഷണത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളോടും പറയേണ്ടി വരും. അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചാനൽ ഓണർ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഹീറോ ആ ഒരു ഹെഡിന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുകയാണ്. ഹീറോ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം മറന്നു, നിങ്ങളും ഒരു സാധാരണ ജപ്പാൻ സിറ്റിസൺ ആണ്. അതുകൊണ്ട് കേസിന്റെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യവും നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നീ എന്താ പറഞ്ഞു വരുന്നേ? നീ പറയുന്ന ഡീല് ഞാൻ അംഗീകരിച്ചാലേ ഈ ഒരു ലെറ്റർ തരുള്ളൂന്നോ?
അങ്ങനെയാണെങ്കിൽ ആ ഒരു ലെറ്ററില് നിന്റെയും നിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറുടെയും ഫിംഗർ പ്രിന്റ് അല്ലേ ഉള്ളേ? ആ ഒരു തെളിവ് വെച്ചിട്ട് നീയാണ് യഥാർത്ഥ കൊലയാളിയെന്ന് എനിക്കങ്ങ് സ്ഥാപിക്കാൻ പറ്റും. എന്താ ഞാൻ കേസ് അങ്ങനെ കൊണ്ടുപോട്ടെ? പിന്നെ ആ ഒരു കില്ലറിൽ നിന്ന് വല്ല ലെറ്റർ ഇനി വന്നാല് അത് ആദ്യം എന്നെ ഏൽപ്പിക്കണം. അപ്പോ ഹെഡ് പറയുന്നുണ്ട്, പൊന്നു സാറേ പണിയാക്കല്ലേ, നിങ്ങൾ ഈ ലെറ്റർ കൊണ്ടുപോയിക്കോ. ഇനി വല്ല ലെറ്റർ വന്നാലേ ആദ്യം നിങ്ങൾക്ക് തന്നെ തന്നേക്കാം. അങ്ങനെ ആ ഒരു ലെറ്റർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഓണർ പറഞ്ഞ പോലെ ഓണറുടെയും ഓണറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറുടെയുമല്ലാതെ വേറെ ഒരു ഫിംഗർ പ്രിന്റും ആ ലെറ്ററിലില്ല. അതായത് യഥാർത്ഥ കൊലയാളി നല്ല പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ യഥാർത്ഥ കൊലയാളി ജാക്ക് ദ റിപ്പറിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് കൊലപാതകം ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥ ജാക്ക് ദ റിപ്പർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിരുന്ന, വേശ്യകളായിരുന്ന പെൺകുട്ടികളെ മാത്രമേ കൊലപ്പെടുത്തിയിരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു കൊലയാളി ഒരു സാധാരണ പെൺകുട്ടിയാണല്ലോ കൊലപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് തന്നെ ആ ഒരു കില്ലർ മറ്റൊരു പെൺകുട്ടിയെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ രണ്ടാമത് കൊലപ്പെട്ട ഈ പെൺകുട്ടിയെ നമുക്ക് വൈ എന്ന് വിളിക്കാം. എക്സിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് അതുപോലെ തന്നെയാണ് വൈനെയും ആ ഒരു കൊലയാളി കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതായത് വൈയുടെ കഴുത്ത് നെരിച്ച് അവളെ കൊലപ്പെടുത്തിയിട്ട് അവളുടെ ശരീരം മുറിച്ച് ശരീരത്തിലെ ഓരോ ഇന്നർ ഓർഗൻസും അവൻ കൊണ്ടുപോയിട്ടുണ്ട്. അതിനു പുറമെ എക്സിന്റെ മൊബൈൽ ഫോണ് കാണാതെ ആയിരുന്നില്ലേ, അതുപോലെ തന്നെ വൈയുടെ മൊബൈൽ ഫോണും കാണാതെ പോയിട്ടുണ്ട്. ആദ്യം മരണപ്പെട്ട എക്സിന്റെ പ്രായം 21 വയസ്സാണ്. എന്നാൽ ഇപ്പൊ മരണപ്പെട്ട വൈയുടെ പ്രായം 31 വയസ്സാണ്. എന്നാൽ ജാക്ക് ദ റിപ്പർ യഥാർത്ഥ കൊലയാളിയുമായിട്ട് കണക്ട് ആവുന്ന ഒന്നും തന്നെ ഈ ഒരു കൊലയാളിയിലില്ല. അതായത് പെൺകുട്ടികള് അവര് വേശ്യകളല്ല, അതുപോലെ എക്സും വൈയും തമ്മില് മറ്റൊരു കണക്ഷൻ ബന്ധങ്ങളുമില്ല. അപ്പോ ഹീറോ പറയുന്നുണ്ട്, ഇനിയിപ്പോ യഥാർത്ഥ കൊലയാളി നമ്മളെ കൺഫ്യൂസ് ചെയ്തിട്ട് അവനിലേക്ക് എത്താതിരിക്കാൻ നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ആ ഒരു ജാക്കിന്റെ പേര് യൂസ് ചെയ്യുന്നത്? എന്നാൽ ഹീറോ തന്റെ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്, ഇനി എന്ത് തന്നെയാണെങ്കിലും ആ ഒരു എക്സും വൈയും രണ്ട് പെൺകുട്ടികളുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടാവും, അത് നീ കണ്ടുപിടിക്കാൻ നോക്ക്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന തന്റെ മകളെ കാണാൻ ഹീറോ പോയി നോക്കുമ്പോ ഹീറോയുടെ മകള് മരുന്നിന്റെ ക്ഷീണം കാരണം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഹീറോനായിട്ടുള്ള നമ്മുടെ ഡോക്ടർ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഹീറോ തനിയെ മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനോട് പറയുന്നുണ്ട്, ഇന്നലെ നിങ്ങളുടെ മകള് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചെറുപ്പം മുതലേ അവളുടെ മകളെ, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടില്ല. അവർക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യങ്ങൾക്ക് നിങ്ങൾ ചെന്ന് നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല. നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല. ഇപ്പോ അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് എത്ര നാളായി? നിങ്ങളുടെ മകളെ നിങ്ങൾ റെഗുലർ ആയിട്ടൊന്ന് കാണാൻ വരാറുണ്ടോ? അപ്പോൾ അവൾ പറയുന്നതിലും ചില കാര്യങ്ങളില്ലേ, അതുമാത്രല്ല അവൾക്ക് വേണ്ട കിഡ്നിയുടെ ഒരു ഡോണറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അധികം താമസിക്കാതെ അവൾക്ക് ഓപ്പറേഷൻ നടക്കും. അപ്പോൾ അവളുടെ മനസ്സ് വേദനിക്കുന്ന ഒരു സാഹചര്യമോ ആ സമയത്ത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇനി ഓപ്പറേഷൻ കഴിയുന്നവരെ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ വരാൻ പാടില്ല. ഒരു സാധാരണ അച്ഛനാണെങ്കിൽ തന്റെ മകളുടെ ജീവൻ രക്ഷപ്പെടാൻ പോവാണ്, അവൾക്ക് കിഡ്നി ഡോണറെ കിട്ടിയിട്ടുണ്ട്, അവളുടെ ഓപ്പറേഷൻ നടക്കാൻ പോവാണ് എന്നൊക്കെ അറിയുമ്പോൾ അവരുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടാവാറില്ലേ? എന്നാൽ ഹീറോ അതൊക്കെ കേട്ടിട്ടും മരം പോലെ നിൽക്കാണ്. എന്നാൽ അത് കണ്ടപ്പോ നമ്മുടെ ഡോക്ടർ ഹീറോയിന് വല്ലാതെ ദേഷ്യം വന്നിട്ടുണ്ട്. എന്ത് തന്തയാടോ താൻ? വെറും കല്ലാണോ? തന്നോട് സംസാരിച്ച് വെറുതെ എന്റെ സമയം കളയാന് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പോട്ടെ. ഹീറോയിൻ പോയ ഉടൻ തന്നെ ഹീറോ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ അസിസ്റ്റന്റ് പയ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഹീറോയിൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അവൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് ചെക്കൻ പറയുന്നുണ്ട്, ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ കേട്ടുപോയി. പിന്നെ സാറ് അവര് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെവിയിലെടുക്കണ്ട. നിങ്ങളുടെ ഉള്ളെന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ മേലെ സ്നേഹമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, അല്ല മോനെ, നീ ഇങ്ങോട്ട് എന്തിനാ വന്നേ? ആ ഒരു വിഷയം അതെന്നെ ബാധിക്കുന്നതല്ലേ, അത് നീ വിട്ടേക്ക്, വന്ന കാര്യം പറ. അപ്പോ ഹീറോ കുറച്ചു മുൻപ് കൊലപാതകം നടന്ന ആ ഒരു എക്സും വൈയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് അസിസ്റ്റന്റിനോട് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നില്ലേ? അപ്പോ നമ്മുടെ അസിസ്റ്റന്റ് അന്വേഷിച്ചപ്പോ ആ രണ്ടു പേർക്കും എക്സിനും വൈക്കും കുറച്ചു നാള് മുൻപാണ് സർജറി നടന്നിട്ടുള്ളത്. അതായത് എക്സിന് അവളുടെ വയറ്റിലായിട്ട് ഇടുപ്പിലായിട്ട് ഒരു സർജറി ചെയ്ത മാർക്കുണ്ട്. അതുപോലെ വൈയുടെ നെഞ്ചിലായിട്ട് ഒരു സർജറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഹീറോയോട് പറയുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ കൊലയാളി ഒരു ന്യൂസ് റിപ്പോർട്ടർ ചാനലിന് ഒരു ലെറ്റർ ആദ്യം അയച്ചിരുന്നില്ലേ, അതുപോലെ രണ്ടാമത്തെ ഒരു ലെറ്ററും കൂടി അവൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഹീറോ ആ ഒരു ഓണറെ വിറപ്പിച്ചിട്ടില്ലേ, ഇനി ലെറ്റർ കിട്ടിയാല് ആദ്യം പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കാന്. അപ്പോൾ ആ ലെറ്റർ നേരെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ കയ്യില് ആ ഓണർ കൊണ്ടുവന്ന് കൊടുക്കാണ്. അപ്പോൾ ആ ലെറ്റർ വായിച്ചു നോക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുള്ളത് ഇപ്പൊ മരണപ്പെട്ട എക്സ് വൈ അവര് രണ്ടുപേരും മരണം അർഹിക്കുന്നവര് തന്നെയാണ്. അത് മാത്രല്ല
എന്റെ ലിസ്റ്റില് ഇനിയും ചില ആളുകളുണ്ട്. മരണം അർഹിക്കുന്നവര്. അവരെയും എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ കൊല്ലാൻ പോവാണ്. ഇനി ചിലപ്പോ നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയ വയ്യയുടെ ശരീരത്തിലെ ഓർഗൻസിൽ നിന്ന് കിഡ്നിയിലെ ഒരു പീസ് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. അതുപോലെ കിഡ്നിയുടെ ഒരു പീസും പോലീസിന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അസിസ്റ്റന്റിനോട് ഹീറോ പറയുന്നുണ്ട് ആ ഒരു കൊലയാളി തുടർച്ചയായിട്ട് കൊലപാതകം ചെയ്യുന്നത് അങ്ങനെ കണ്ട് നോക്കി നിൽക്കാൻ കഴിയില്ല. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാനേ ഹീറോ എക്സിന്റെ വീട്ടിലേക്കും അതുപോലെ അസിസ്റ്റന്റിനെ വയ്യയുടെ വീട്ടിലേക്കും അയക്കുകയാണ്. അപ്പോ ഹീറോ എക്സിന്റെ മരണസമയത്ത് അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്, മോളെ നിനക്ക് വീണ്ടും ജീവിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടും അത് ഉപകാരപ്പെട്ടില്ലല്ലോ എന്ന്. അപ്പോ ഹീറോ ചോദിക്കുന്നുണ്ട്, അന്ന് നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്തായിരുന്നു? അവരുടെ അമ്മ പറയുന്നുണ്ട്, എക്സിനെ അവളുടെ കിഡ്നി ഫെയിലായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഭാഗ്യത്തിന് ഒരു ഡോണറെ കിട്ടിയിട്ട് അവളുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മരണപ്പെട്ടു പോകുന്ന ഭയന്നിരുന്ന ഞങ്ങളുടെ മകള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതായിരുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് റിവീൽ ആവുന്നുണ്ട്. അതായത് എക്സിനെ ഏത് മാസം ഏത് തീയതിയിലാണോ അവളുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നത് അതേ മാസം അതേ ഡേറ്റിൽ തന്നെയാണ് വയ്യയുടെ ലിവർ ട്രാൻസ്പ്ലാന്റും നടന്നിട്ടുള്ളത്. അതിനു പുറമെ മറ്റൊരു ട്വിസ്റ്റ് കൂടി റിവീൽ ആവാണ്. അതായത് ഹീറോയുടെ മകളെ ഏത് ഹോസ്പിറ്റലാണോ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് അതേ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു എക്സിനെയും വൈനെയും അന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഹോസ്പിറ്റലിലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന്റെ കോർഡിനേറ്റർ അത് വേറെ ആരുമല്ല, നമ്മുടെ ഡോക്ടർ ആയിട്ടുള്ള ഹീറോയിനാണ്. അതായത് ഹീറോയിൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും പേഷ്യൻസ് രക്ഷപ്പെടില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവരോട് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാറ്. അതുപോലെ ആർക്കാണോ ഏറ്റവും ആപ്റ്റായിട്ട് ആ ഒരു ഓർഗൻസ് സെറ്റ് ആവുക അത് ഫിക്സ് ചെയ്യലേ. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഹീറോയിന്റെ ഡ്യൂട്ടി. അപ്പോൾ ഹീറോയിനോട് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ കഴിയില്ലേ? അങ്ങനെ ഹീറോയും അസിസ്റ്റന്റും ഹീറോയിനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, എക്സിന്റെയും വൈന്റെയും ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരേ ആള് തന്നെയാണ് ഓർഗൻ അന്ന് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അതിനുശേഷം വീണ്ടും ആ ഒരു ഡോണറിൽ നിന്ന് വേറെ ആരെങ്കിലും അവയവങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതുപോലെ ആ ഒരു ഡോണർ അതാരാണ്? എന്നാൽ ഹീറോ എത്ര ചോദിച്ചിട്ടും ഹീറോയിൻ ആ ഡീറ്റെയിൽസ് മാത്രം റിവീൽ ചെയ്യുന്നില്ല. എന്നാൽ അസിസ്റ്റന്റ് കുറെ ഹീറോനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോ നിലവില് എക്സും വൈയും മരണപ്പെട്ടിട്ടില്ലേ, അവര് രണ്ടുപേരും ഒരേ ഡോണറിൽ നിന്നാണ് ഓർഗൻസ് സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഇനിയും എത്ര പേര് കൊല്ലപ്പെടാൻ പോകുന്നുണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. അവരെ തടുക്കാനും വേറെ വഴിയില്ല. ദയവ് ചെയ്ത് ആ ഓണറിന്റെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് പറയേ. എന്നാൽ ഹീറോയിൻ പറയുന്നുണ്ട്, എനിക്കത് പറയാൻ പറ്റില്ല, അതിന്റെ ജോലിക്ക് എഗെയിൻസ്റ്റ് ആണ്. അതുമാത്രല്ല ഓർഗൻസ് നിലവിൽ കൊടുത്ത ആളുകള് തങ്ങൾ ചെയ്ത കാര്യം ശരി തന്നെയായിരുന്നോ എന്നൊരു സംശയത്തിലാണ് ജീവിക്കുന്നുണ്ടാവുക. അതുമാത്രല്ല ഓർഗൻസ് സ്വീകരിച്ച ആളുകളും ഞങ്ങളിപ്പോ ജീവിക്കുന്നത് വേറെ ചില ആളുകളുടെ ഔദാര്യത്തിലെ അവരുടെ അവയവങ്ങളിലല്ലേ എന്നുള്ള ചില ടെൻഷനിലായിരിക്കും. അപ്പോ ഈ സമയത്ത് ആ ഒരു ഡോണർ ആരാണ്, ഓർഗൻസ് സ്വീകരിച്ചത് ആരാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ മറ്റ് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മരിച്ചാലും ഞാൻ ആ കാര്യങ്ങൾ പറയില്ല. അങ്ങനെ അസിസ്റ്റന്റും ഹീറോയും പുറത്തു വരികയാണ്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഇല്ലേ, അതായത് ഇനി ആര് നുണ പറഞ്ഞാലും ഹീറോയ്ക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഹീറോയിൻ ഇപ്പൊ പറഞ്ഞ കാരണങ്ങളൊന്നുമല്ല അവളിപ്പോ ആ രഹസ്യം പുറത്ത് പറയാത്തതിന് പിന്നിലുള്ളത് എന്ന് അസിസ്റ്റന്റിനോട് ഹീറോ പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഒരു അമ്മയെ കാണിക്കുകയാണ്. ഒരു വർഷം മുൻപാണ് ഈ ഒരു അമ്മയുടെ മകൻ മരണപ്പെട്ടു പോയത്. എന്നാൽ ആ ഒരു അമ്മയുടെ കയ്യില് ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ ഇപ്പൊ മരണപ്പെട്ട എക്സിന്റെയും വൈന്റെയും പേരും ഡീറ്റെയിൽസും ഉണ്ട്. അതിനു പുറമെ മറ്റു ചില ആളുകളുടെ പേരും ഡീറ്റെയിൽസും കൂടിയുണ്ട്. അതിനു പുറമെ അവരുടെ മുഖഭാവം കണ്ടിട്ട് ഒരു കില്ലറെ പോലെ തോന്നുമ്പോ ഇനിയിപ്പോ ഇവരായിരിക്കോ കില്ലർ എന്നൊരു സംശയം നമുക്ക് ചെറുതായി ഒന്ന് വരുന്നില്ലേ. എന്നാൽ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഈ പോലീസിന്റെയൊക്കെ ഒരു ഹെഡില്ലേ, തുടക്കത്തില് നമ്മൾ കണ്ടിരുന്ന അങ്ങേര് ഒരു മണ്ടൻ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് ആ ഒരു കൊലയാളെ നല്ലോണം ചൊറിഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചാലേ അവൻ പുറത്തു വരൂ. അങ്ങനെ ന്യൂസ് ചാനലിൽ പോയിട്ട് അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാണ്. അതായത് എന്റെ പൊന്നു കൊലയാളി, ഇനി നിനക്ക് ഒരു കോപ്പും ചെയ്യാൻ കഴിയില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിന്നെ ഉറപ്പായിട്ടും തോക്കും. നിനക്ക് പറ്റുകയാണെങ്കിൽ അടുത്തൊരു കൊലപാതകം നീ ചെയ്ത് കാണിക്കടാ. അങ്ങനെ യഥാർത്ഥ കൊലയാളിയെ പുറത്ത് കൊണ്ടുവരാനെന്നും പറഞ്ഞിട്ട് വെറുതെ അവനെ ചൊറിയുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ആ ഒരു വാർത്ത നമ്മുടെ ഹീറോയിനും അതുപോലെ നമുക്ക് സംശയം ഉണ്ടായിരുന്ന ഒരു അമ്മച്ചിയില്ലേ അവരും കാണുന്നുണ്ട്. അപ്പോ അവരെ നമുക്ക് മോം എന്ന് തന്നെ വിളിക്കാം. അതേ സമയത്ത് തന്നെ നമ്മുടെ മോമ് ഹീറോയിനെ ഫോൺ ചെയ്യാണ്. അത് കേട്ടപ്പോ ഹീറോയിൻ വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. അവര് പറയുന്നുണ്ട്, നിങ്ങളിപ്പോ എവിടെയാണുള്ളത്, വേണ്ടാത്ത ഒന്നും നിങ്ങൾ ചെയ്യരുതേ. അപ്പോ മോമ് പറയുന്നുണ്ട്, അല്ല നീയല്ലേ പറഞ്ഞേ
തന്നെ എൻ്റെ മകൻ ഇപ്പോഴും പലരുടെയും ശരീരത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ എൻ്റെ മകനെ എനിക്ക് കാണണ്ടേ? ഞാനേ ഒരു ആർട്ടിക്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഏതൊരാള് ഒരു ഓർഗൻ സ്വീകരിച്ചു കഴിഞ്ഞാലും ഓർഗൻ കൊടുത്ത ആളുടെ ജീവിത ശൈലികള് ശീലങ്ങളൊക്കെ ഓർഗൻ സ്വീകരിച്ച ആളിലും കാണാൻ കഴിയും. അപ്പോ എൻ്റെ മകന്റെ ശീലങ്ങളും ആ ഓർഗൻ വാങ്ങിയ ബാക്കി ആളുകൾക്ക് വന്നിട്ടുണ്ടാവില്ലേ? അപ്പോ അതിലൂടെ എനിക്ക് എൻ്റെ മകനെ അവരിൽ കാണാൻ കഴിയില്ലേ? പിന്നെ എൻ്റെ മകൻ ഇല്ല എന്ന് ഞാൻ എന്തിനു കരുതണം? അവരിലൂടെ എൻ്റെ മകനെ ഞാൻ കാണാൻ പോവാണ്. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്തിരിക്കും. എന്നിട്ട് മോം ഫോൺ കട്ട് ചെയ്യാണ്. അടുത്ത ദിവസം മറ്റൊരു കൊലപാതകം നടക്കാണ്. എന്നാൽ ഇപ്രാവശ്യം മരണപ്പെട്ടിട്ടുള്ളത് അതൊരു പുരുഷനാണ്. ആദ്യത്തെ 2 കൊലപാതകം അഥവാ എക്സിന്റെയും വൈയുടെയും കൊലപാതകം നടന്നതുപോലെ തന്നെയാണ് മൂന്നാമത്തെ, ഇവനെ നമുക്ക് സെഡ് എന്ന് വിളിക്കാം, സെഡിന്റെയും കൊലപാതകം നടന്നിട്ടുള്ളത്. അഥവാ ഇവനെ കഴുത്ത് നെരിച്ച് കൊലപ്പെടുത്തിയിട്ട് ഇവന്റെയും ഓർഗൻസ് കൊലയാളി കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ സെഡിന്റെ മൊബൈൽ ഫോണും ആ ഒരു ക്രൈം സീനിലില്ല. എന്നാൽ സെഡ് മരണപ്പെടുന്നതിന് മുൻപ് അവനൊരു ബൈക്ക് റേസിംഗ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരാള് സെഡ് മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ അയാളിൽ നിന്ന് മനസ്സിലായിട്ട് ആരാണ് സെഡിനോട് മരണത്തിന് മുൻപ് സംസാരിച്ച ആ ഒരു ലേഡി എന്ന് അന്വേഷിക്കുമ്പോൾ മറ്റൊരു ട്വിസ്റ്റ് റിവീൽ ആവാണ്. അതായത് നമ്മൾ സെഡിനോട് സംസാരിച്ചത് ആ ഒരു മോം ആയിരിക്കും എന്നല്ലേ സംശയിച്ചിട്ടുണ്ടായിരുന്നത്, എന്നാല് അത് ഹീറോനായിരുന്നു. അപ്പോ ആ ഒരു ഫോട്ടോ ഹീറോ നമ്മുടെ കടക്കാരന് കാണിച്ചു കൊടുത്തിട്ട് സെഡിനോട് ഈ ഒരു പെൺകുട്ടിയാണോ സംസാരിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ കൊലയാളി ആ ഒരു ന്യൂസ് റിപ്പോർട്ടർ ചാനലിന് 3ാമത്തെ കത്തയച്ചിട്ടുണ്ട്. എന്നാൽ ആ കത്തില് അവൻ എന്തിനാണ് കൊലപാതകം ചെയ്യുന്നതെന്നുള്ള അവന്റെ ലക്ഷ്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അതിലവൻ എഴുതിയിട്ടുള്ളത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അതൊരു തെറ്റായിട്ടുള്ള കണ്ടുപിടുത്താണ്. അഥവാ എങ്ങനെയാ ഒരാളുടെ ജീവിതം മറ്റൊരാൾക്ക് ജീവിക്കാൻ കഴിയുക? അതായത് ആരൊക്കെയാണോ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളത് അവരെ തേടി പിടിച്ച് ഞാൻ കൊന്നുകളയും. ഇനി ആരെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഞാൻ കൊന്നുകളയോ. എന്നാൽ കൊലയാളിയുടെ ആ ഒരു വാർത്തകള് ന്യൂസിലൂടെ പുറത്തു വരുന്നുണ്ട്. അത് കേട്ടിട്ട് ജപ്പാൻ നഗരവും ലോകം മുഴുവനായിട്ട് ഷോക്കായി പോവാണ്. ആ ഒരു വാർത്ത നമ്മുടെ ഹീറോയിൻ കണ്ടിട്ടുണ്ട്. ആ ഒരു കടക്കാരൻ അന്ന് സെഡിന്റെ കൂടെ കണ്ടത് ഹീറോയിനെ ആണെന്ന് പറഞ്ഞിരുന്നില്ലേ? ഹീറോയും ഹീറോയിനെ തേടി നിൽക്കുമ്പോൾ ഹീറോയിൻ ഹീറോയ്ക്ക് ഫോൺ ചെയ്യാണ്. ഇവര് കാത്തിരുന്നത് അതിന് തന്നെയല്ലേ? അങ്ങനെ ഹീറോയും അസിസ്റ്റന്റും കൂടി നേരെ ഹീറോയിന്റെ വീട്ടിലേക്ക് പോവാണ്. ഓൾറെഡി ഹീറോയ്ക്കും അസിസ്റ്റന്റിനും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് ഒരേ ഡോണറിൽ നിന്ന് അവയവങ്ങൾ വാങ്ങിയിട്ടുള്ള 2 ആളുകളാണ് എക്സും വൈയും. അവര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പൊ മരണപ്പെട്ടുള്ള സെഡ് അവനും അതേ ഡോണറിൽ നിന്ന് തന്നെയാണ് അവയവം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഹീറോയിൻ പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അസിസ്റ്റന്റ് പറഞ്ഞിരുന്നില്ലേ ചിലപ്പോ ആ ഡോണറിൽ നിന്ന് ഒരു അപകടം അവയവം സ്വീകരിച്ച ആൾക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോ ആ കാര്യം സെഡിനെ ഒന്ന് ഉണർത്താനും അവനോട് ശ്രദ്ധിക്കാനും പറയാനാണ് ഹീറോയിൻ അവന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹീറോയിൻ പറഞ്ഞത് അവൻ കാര്യത്തിലെടുത്തിട്ടില്ല. അവസാനം അവൻ മരണപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഹീറോ പറയുന്നുണ്ട്, കാര്യങ്ങൾ മുഴുവിപ്പിക്കാതെ മുറിച്ചു പറയാതെ ആ ഒരു ഡോണർ ആരാണെന്ന് പറഞ്ഞാല് വലിയ ഉപകാരമായിരുന്നു. അപ്പോ ഹീറോയിൻ കാര്യങ്ങൾ പറയാണ്. അതായത് കുറച്ചു മുൻപ് നമ്മൾ ഒരു മോമിനെ കണ്ടിരുന്നില്ലേ? അവരുടെ മകൻ കുറച്ചു നാൾ മുൻപ് ബ്രെയിൻ ഡെഡായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറെ നാൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അവന് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി റിക്കവർ ചെയ്യാൻ കഴിയുന്നില്ല ഒരു പ്രതീക്ഷയുമില്ല. അവന്റെ ഉള്ളില് ജീവൻ ഉണ്ട് എന്നല്ലാതെ ഒരിക്കലും പഴയ രീതിയിൽ അവനെ കാണാൻ കഴിയില്ല. അപ്പോ ഹീറോയിൻ അവന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മകൻ ഒരിക്കലും ഇനി തിരിച്ചു വരാൻ കഴിയില്ല. അപ്പോ അവന്റെ ഓർഗൻസിലൂടെ മറ്റു പലർക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. നിങ്ങളുടെ മകന്റെ രൂപത്തില് പല ആളുകൾക്കും ജീവിക്കാൻ കഴിയും. അപ്പോ നിങ്ങളുടെ മകന്റെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഹീറോയിൻ മാമിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു അമ്മയോട് പോയിട്ട് തന്റെ മകനെ കരുണ കൊല ചെയ്യാൻ വേണ്ടി പറഞ്ഞാല് ആ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? അന്ന് മോമ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എങ്ങനെയാടി ഇതൊക്കെ പറയാൻ തോന്നുന്നേ? നിനക്ക് മക്കളില്ലല്ലോ, എങ്ങനെ ഉണ്ടാവുക? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇത് ചോദിക്കില്ലായിരുന്നു. മറ്റൊരാളുടെ മകനെ കൊല്ലാന് നിനക്ക് എങ്ങനെയാ പറയാൻ കഴിയുക? അങ്ങനെ ഹീറോയിനോട് വല്ലാതെ മോമ് ഷൗട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹീറോയിന് യഥാർത്ഥത്തില് ഒരു മകളുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നാള് മുൻപ് ഒരു ആക്സിഡന്റില് അവളുടെ മകള് മരണപ്പെട്ടു പോയതാണ്. അന്ന് ഹീറോയിൻ മാക്സിമം തന്റെ മകളെ രക്ഷിക്കാന് ഓർഗൻ ഡോണർ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ അവൾക്ക് ലഭിച്ചില്ല. അതുപോലെ ഒരിക്കലും തന്റെ മകള് മരണപ്പെട്ട പോലെ ഇനി ആരും മരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ മോമിന്റെ മകൻ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോ അവന്റെ ഓർഗൻസ് ഉപയോഗിച്ചിട്ട് മരണം കാത്തുകിടക്കുന്ന പലരെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ടാണ് ഹീറോയിൻ മാക്സിമം ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളോട് റിക്വസ്റ്റ് ചെയ്യാറ്. അതുപോലെ ഹീറോയിൻ വീണ്ടും ശ്രമിച്ച് അവസാനം മോമിനെ കൊണ്ട് അവരുടെ മകന്റെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാന് സമ്മതിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് മോമ പറഞ്ഞിട്ടുണ്ട്, എന്റെ മകന്റെ ഓർഗൻസ് ആർക്കൊക്കെ വെക്കുന്നുണ്ടോ അവരുടെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾ എനിക്ക് തരണം. കാരണം നിങ്ങൾ പറഞ്ഞില്ലേ
അവരുടെ രൂപത്തില് എനിക്ക് എന്റെ മകനെ കാണാൻ കഴിയുമെന്ന്. എന്നാൽ ഒരിക്കലും അവരുടെ ലൈഫിലേക്ക് ഞാൻ പോയിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യില്ല. എന്നാൽ എന്റെ മകനെ വല്ലാതെ മിസ് ചെയ്യുമ്പോൾ കുറച്ച് അകലെ നിന്നിട്ട് അവരാരും കാണാതെ അവരിലൂടെ എന്റെ മകനെ എനിക്ക് കാണാലോ. അപ്പോ മോമിന്റെ മകന്റെ ഓർഗൻസ് എടുത്തിട്ട് 4 പേർക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ 3 പേര് മൃഗീയമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി 4ാമത്തെ ആൾക്ക് നമ്മുടെ മോമിന്റെ മകന്റെ ഹൃദയത്തെയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഹൃദയം ആരാണ് സ്വീകരിച്ചത് അവന്റെ ഡീറ്റെയില് ഹീറോയിൽ നിന്ന് ഹീറോ വാങ്ങുന്നുണ്ട്. അപ്പോ ആ ഒരു കൊലയാളി ഇനി കൊലപ്പെടുത്താൻ പോകുന്നത് 4ാമത്തെ ആളല്ലേ. അവന് നമുക്ക് ക്യൂ എന്ന് വിളിക്കാം. അപ്പോ ക്യൂവിനെ ഹീറോ പോലീസ് പ്രൊട്ടക്ഷൻ നൽകുകയാണ്. അതിനു പുറമെ ഇനി വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ചില ഇൻഫർമേഷൻസ് നമ്മുടെ ക്യൂവിന് നൽകണ്ടേ. അപ്പോൾ 2 പോലീസുകാര് ക്യൂവിനോട് ആ കാര്യങ്ങള് പറയാൻ പോവാണ്. എന്നാല് കുറെ അകലെ നിന്നിട്ട് നമ്മുടെ മോമ് ആ ഒരു കാഴ്ച കാണുന്നുണ്ട്. എന്നാല് അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ആ ഒരു കൊലയാളി ഇനി ആരെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അവരെയും കൊലപ്പെടുത്തുന്നു പറഞ്ഞിരുന്നില്ലേ. ആ കാര്യം ഹീറോയുടെ മകളും കേട്ടിട്ടുണ്ട്. അപ്പോ അവൾക്ക് കിഡ്നി റെഡി ആയിട്ട് പോലും ആ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന് അവള് സമ്മതിക്കുന്നില്ല. അപ്പോ ഹീറോ തന്റെ മകളുടെ അടുത്തേക്ക് പോയിട്ട് അവളോട് പറയുന്നുണ്ട്, എന്തിനാ നീ വെറുതെ വാശി പിടിക്കുന്നേ? നമ്മള് ആരെയും കൊലപ്പെടുത്തിയിട്ട് അവരുടെ ഓർഗൻ പിടിച്ചു വലിച്ച് സ്വീകരിക്കുന്നില്ല. അതായത് അവന്റെ ജീവിതം അത് അവസാനിച്ചിട്ടുണ്ട്. ഒരിക്കലും അത് തിരിച്ചു കൊടുക്കാൻ എന്ത് ചെയ്താലും നമുക്ക് കഴിയില്ല. അപ്പോ അവന്റെ ജീവന്റെ ഒരംശം കൊണ്ട് നമ്മുടെ ജീവൻ നമുക്ക് നിലനിർത്താം. നമ്മുടെ ജീവിതം അത് നമ്മൾ തന്നെ നോക്കണ്ടേ. സമൂഹത്തില് പുറത്ത് പലരും പലതും പറയും. അതും കേട്ടിട്ട് നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിച്ചാല്, ത്യാഗം ചെയ്താല് നിന്നെക്കാളും വലിയ മണ്ടത്തി വേറെ ആരും ഉണ്ടാവില്ല. ഇപ്പോ നീ എന്തിനാ പേടിക്കുന്നേ? നീ ആ ഒരു ഓർഗൻ സ്വീകരിച്ചു കഴിഞ്ഞാല്, ട്രാൻസ്പ്ലാന്റ് ചെയ്തു കഴിഞ്ഞാല് ആരെങ്കിലും നിന്നെ കൊന്നു കളയുമെന്നാണോ? നിന്റെ അച്ഛൻ നിന്റെ കൂടെയില്ലേ? പിന്നെ ഇപ്പോ കൊലപാതകം നടത്തുന്നവൻ അവൻ ആരാണെങ്കിലും നീ പുറത്തു വരുന്നതിന് മുൻപ് അവനെ അച്ഛൻ തൂക്കിയിരിക്കും. അങ്ങനെ തന്റെ മകളോട് സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ട് ഓപ്പറേഷന് അവളെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ക്യൂ നടന്നു പോകുമ്പോ അവനൊരു ഫോൺ വരുന്നുണ്ട്. എന്നാൽ ആരാണ് സംസാരിക്കുന്നതെന്ന് അവന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. കാരണം ആ ഒരു വോയിസ് കമ്പ്യൂട്ടറിലിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഒരു റോബോട്ടിക് വോയിസ് ആയിട്ടാണ് മറുഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത്. അപ്പോ മറുഭാഗത്ത് നിന്ന് പറയുന്നുണ്ട്, നീ ഹൃദയം സ്വീകരിച്ച അന്നു മുതലേ അത് നിനക്ക് തന്നതാരാണെന്ന് നീ തേടി നടക്കുകയല്ലേ. അപ്പോ അതാരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറയുന്ന കോഫി ഷോപ്പിലേക്ക് നീ വന്നാ മതി. അപ്പോ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാകുന്നില്ലേ. അതായത് ഇതുപോലെ തന്നെയായിരിക്കാം ആ ഒരു കൊലയാളി എക്സിനെയും വൈനെയും നിങ്ങൾക്ക് ആരാണ് ഓർഗൻസ് ഡൊണേറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കണമെന്ന് ചോദിച്ചിട്ട് ഓരോ സ്ഥലത്തേക്ക് വിളിച്ച് അവിടെ വെച്ച് അവരെ കൊലപ്പെടുത്തിയതാവാം. അതിനുശേഷം അവർ ഓരോരുത്തരുടെയും തെളിവായിട്ടുള്ള മൊബൈലുകള് അവിടെ നിന്ന് അവരെടുത്ത് കൊണ്ടുപോയതും ആവാം. എന്നാൽ കാര്യങ്ങളൊക്കെ ഇപ്പൊ പോലീസിന് മുൻകൂട്ടി മനസ്സിലായിട്ടില്ലേ. അതുമല്ല അവർ അഡ്വാൻസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് കില്ലർ വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയ പോലീസ് നമ്മുടെ ക്യൂവിന്റെ ഫോണില് ഒരു മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണില് ഇനി ആര് എന്ത് സംസാരിച്ചാലും പോലീസിന് വ്യക്തമായിട്ട് അത് കേൾക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓൾറെഡി മനസ്സിലായ പോലീസ് നമ്മുടെ ക്യൂ ആ ഒരു കോഫി ഷോപ്പിൽ എത്തിയുടൻ തന്നെ ആ ഒരു സ്റ്റോറ് ചുറ്റി വളഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് നമ്മുടെ മോമ് ആ ഒരു കോഫി ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അത് കണ്ട 2 പോലീസുകാരെ അവരെ പിന്തുടർന്ന് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ മോമ് നൈസായിട്ട് ക്രൗഡിന്റെ ഉള്ളിലൂടെ രക്ഷപ്പെട്ടു പോവാണ്. നമ്മുടെ മോമ് രക്ഷപ്പെട്ട് കുറച്ച് സമയം കഴിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും നമ്മുടെ ക്യൂവിന് അടുത്ത ഫോൺ വരികയാണ്. മറുഭാഗത്ത് നിന്ന് പറയുന്നുണ്ട്, അല്ല നിന്നോട് കോഫി ഷോപ്പിലേക്ക് വരാനല്ലേ ഞാൻ പറഞ്ഞിരുന്നേ. എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നേക്ക്, ഞാൻ അവിടെ നിന്നെ കാത്തിരിക്കാം. അത് കേട്ട ഉടൻ തന്നെ ക്യൂവും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. എന്നാൽ അവിടെ പോയിട്ടും ക്യൂവിനെ ആരെയും കാണാൻ കഴിയുന്നില്ല. അപ്പോ അവിടെ വെച്ച് മറ്റു ചില മെസ്സേജ് വരികയാണ്. അതായത് അവിടെ ഇപ്പോ ഒരു ട്രെയിന് പുറപ്പെടാൻ റെഡിയായി നിൽക്കുന്നുണ്ട്, അതിന്റെ ഉള്ളിലേക്ക് വേഗം കയറിക്കോ. പിന്നെ മറ്റൊരു കാര്യം എനിക്കറിയാം, പോലീസ് നിന്റെ ഫോണിലെ ഒളിഞ്ഞു കേൾക്കാന് മൈക്ക് സെറ്റ് ചെയ്തിട്ടില്ലേ, അത് പിഴുത് വലിച്ചെറിഞ്ഞിട്ട് ആ ട്രെയിനിന്റെ ഉള്ളിൽ കയറ്. ഇനി അത് ചെയ്യാൻ പറ്റില്ല എന്ന് നീ പറഞ്ഞാല് നിന്റെ ചെറിയ അനിയത്തി സ്കൂളിലേക്ക് പോയിട്ടില്ലേ, അവളെ ഞാൻ തൂക്കിയിട്ടുണ്ട്. മറുത്ത് എന്തെങ്കിലും ചെയ്താല് അവളെ എനിക്ക് കൊല്ലേണ്ടി വരും. അപ്പോൾ ക്യൂവിന് മറ്റൊരു വഴിയുമില്ല. അങ്ങനെ ആ ഒരു മൈക്കും പിഴുത് കളഞ്ഞിട്ട് ആ ട്രെയിനിലേക്ക് അവൻ കയറാണ്. അവൻ കയറുടൻ തന്നെ ആ ട്രെയിനിന്റെ ഡോറ് ലോക്ക് ആവുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് അസിസ്റ്റന്റിനെ മറ്റൊരു പോലീസുകാർക്കോ ആ ട്രെയിനിന്റെ ഉള്ളിൽ കയറാനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് നമ്മുടെ ക്യൂ ആ യാത്ര പുറപ്പെടുകയാണ്. അവസാനം കൊലയാളി പറഞ്ഞ ആ ഒരു സ്റ്റേഷനിലെത്തിയപ്പോ വല്ലാതെ ഇരുട്ടിയിട്ട് രാത്രിയായിട്ടുണ്ട്. ഇത്രയും മധ്യരാത്രി ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ക്യൂവിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി എന്ന് നമ്മൾ കരുതുമ്പോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ക്യൂവിന്റെ പിന്നാലെ കോട്ടൊക്കെ തിരിച്ചിട്ട് ഒരാള് വന്നു നിൽക്കാണ്. അപ്പോ നമ്മുടെ ക്യൂ തിരിഞ്ഞു നോക്കിയിട്ട്, ആഹാ നിങ്ങളാണോ ആ ജാക്ക്? അതേ സമയത്ത് കോട്ടിട്ട മനുഷ്യൻ ഒരു സർജിക്കൽ നൈഫുമായിട്ട് ക്യൂവിന്റെ അടുത്തേക്ക് പതിയെ നടന്നെടുക്കുന്നുണ്ട്. ക്യൂവിന്റെ കാര്യത്തില് ഒരു തീരുമാനമായെന്ന് നമ്മൾ വിചാരിക്കുമ്പോ, നീ ഒന്നുകൊണ്ടും പേടിക്കണടാ, ഇവിടെ ഞങ്ങളുണ്ട് എന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കുമ്പോ ഒരു ഭാഗത്ത് നമ്മുടെ അസിസ്റ്റന്റ് ഗണ്ണുമായി നിൽക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയും മാസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ ആരാണ് യഥാർത്ഥ കൊലയാളി നോക്കുമ്പോ തുടക്കത്തിൽ
സത്യത്തില് ഹീറോയുടെ മകളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഹീറോയെ സമാധാനിപ്പിച്ചില്ലേ ഒരു മുത്തണ്ണൻ ഡോക്ടർ, അങ്ങേര് തന്നെയാണ്. അതല്ല, എങ്ങനെയാണ് ഹീറോയും നമ്മുടെ അസിസ്റ്റന്റും കറക്റ്റ് ടൈമിന് ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയത്? അതായത് ഇവർ ഓൾറെഡി നമ്മുടെ ക്യൂവിനോട് അവന്റെ GPS ലൊക്കേഷൻ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ട്രാക്ക് ചെയ്തിട്ടാണ് അവരിങ്ങോട്ട് എത്തിയത്. എന്നാൽ യഥാർത്ഥ കൊലയാളിയെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഫോണിന്റെ പുറത്ത് ഒരു മൈക്ക് അവർ സെറ്റ് ചെയ്തത്. അപ്പോൾ അസിസ്റ്റന്റും ഹീറോയും അന്വേഷിച്ചപ്പോ ക്യൂവിന്റെ അനിയത്തിയെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. ക്യൂവിനെ വെറുതെ ഒന്ന് പേടിപ്പിച്ചതാണ്. അപ്പൊ ഹീറോ നമ്മുടെ ഡോക്ടർ തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങേരോട് ചോദിക്കുന്നുണ്ട്, മുത്തണ്ണ ഇനി പറ, നിങ്ങളുടെ ലക്ഷ്യം എന്താ? എന്തിനാ 3 പേരെ നിങ്ങൾ കൊന്നുകളഞ്ഞേ? പിന്നെ നമ്മുടെ മോമിന്റെ മകന്റെ ഓപ്പറേഷൻ നടത്തിയത് നിങ്ങളാണ്. അവന്റെ ഓർഗൻ എടുത്ത് 4 ആളുകൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തതും നിങ്ങളാണ്. പിന്നെന്തിനാ അവരെ നിങ്ങൾ കൊന്നുകളഞ്ഞേ? എന്നാല് പാവം ആ ഒരു അമ്മ തന്റെ മകന്റെ ജീവൻ കൊടുത്തിട്ട് 4 ആളുകൾക്ക് ജീവൻ നൽകി. അവരിലൂടെ തന്റെ മകനെ കാണാന് പല ഭാഗത്ത് ഒളിച്ചു നിന്ന് അവര് ലേഡി ഡോക്ടറിന് കൊടുത്ത വാക്ക് ഇതുവരെ പാലിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ആരെയും അവര് ഒരു നോക്കുകൊണ്ട് പോലും ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനൊരു അമ്മയെ വരെ നമ്മൾ അറിയാതെ സംശയിച്ചു പോയി. ഇനി നിങ്ങൾ വായി തുറക്ക്, നിങ്ങളുടെ ലക്ഷ്യം എന്താ? അപ്പോ ഡോക്ടർ പറയാണ്, ആ ഒരു മോമിന്റെ മകന്റെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഓപ്പറേഷൻ നടത്തിയത് അത് ഞാനായിരുന്നില്ലേ? ആ സമയത്ത് എനിക്ക് തീരെ വയ്യായിരുന്നു. അതിനു പുറമെ എനിക്ക് ആസ്മ വല്ലാതെ കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു ഓപ്പറേഷൻ ചെയ്ത് ഓർഗൻസ് പുറത്തെടുക്കുമ്പോൾ ഞാൻ വല്ലാതെ ചുമക്കുന്നുണ്ടായിരുന്നു. അന്ന് ചിലപ്പോ ഞാൻ പുറത്തെടുത്ത ആ ഒരു ഓർഗൻസില് എന്റെ ശരീരത്തിലെ ബാക്ടീരിയകള് ബാധിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഓർഗൻസ് ഇൻഫെക്റ്റഡ് ആയിട്ടില്ലേ? അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗന് മറ്റൊരാൾക്ക് വെച്ചു കൊടുത്താല് കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഓർഗൻസിനും പ്രശ്നങ്ങൾ വരില്ലേ? അതിനെക്കുറിച്ച് അവർ അന്വേഷിക്കാന് ട്രീറ്റ്മെന്റിന് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവർ കണ്ടുപിടിക്കില്ലേ നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് അവര് ഉപയോഗിച്ചതെന്ന്. ഇപ്പോൾ എന്റെ പ്രായം എത്രയാണെന്നറിയോ? ഇതുവരെ ഞാൻ നേടിയെടുത്ത എന്റെ പേര്, പ്രശസ്തി എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവില്ലേ? അപ്പോൾ അതൊരിക്കലും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആർക്കൊക്കെയാണോ ആ ഓർഗൻസ് വെച്ചു കൊടുത്തത് അവരെ ഓരോരുത്തരെയും കൊന്നുകളഞ്ഞത്. അവരിൽ നിന്ന് ഒരിക്കലും ലോകമൊന്നും അറിയാൻ പാടില്ല, ഒരു പ്രശ്നവും എനിക്കുണ്ടാവാനും പാടില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയോടും അസിസ്റ്റന്റിനോടും ആ ഒരു ഹെഡ് ഡോക്ടർ പറഞ്ഞില്ലേ? അപ്പോൾ അത് ഹീറോനോട് ഹീറോ പറയാണ്. എന്നാൽ അപ്പോഴാണ് വേറെ ലെവൽ ഒരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. അതായത് ഇനി ആര് എന്ത് നുണ പറഞ്ഞാലും നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്നത് മനസ്സിലാവില്ലേ? അപ്പോൾ ഹെഡ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പച്ച നുണയാണ്. അങ്ങേര് ഒരു കൊലപാതകം ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനാണ് കൊലപാതകം ചെയ്തതെന്ന് അങ്ങേര് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലേ അങ്ങേര് മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടി വല്ലാതെ പണിപ്പെടുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് ആ ഒരു ഹോസ്പിറ്റലിന്റെ കമ്പ്യൂട്ടർ ലാബിൽ പോയിട്ട് ചില ഡോക്യുമെന്റ്സ് ആരോ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അതുവരെ ഇരുട്ടായ ആ റൂമിലെ വെളിച്ചം വരികയാണ്. അതായത് ആരോ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയും അസിസ്റ്റന്റും തന്നെയാണ്. അപ്പോൾ ഇവരുടെ മുൻപിൽ നിൽക്കുന്നത് ആരാണെന്ന് നമ്മൾ നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ചീഫ് ഡോക്ടറുടെ ഭാര്യ തന്നെയാണ്. അതായത് അവരിപ്പോ ഒരു മെഡിക്കൽ റിപ്പോർട്ട് നശിപ്പിക്കാൻ നോക്കിയില്ലേ? ഓൾറെഡി നമ്മുടെ അസിസ്റ്റന്റ് അത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നൈസായിട്ട് ചീഫിന്റെ ഭാര്യ അവര് തൂക്കാണ്. ആ ഒരു റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അന്ന് ഓപ്പറേഷൻ നടത്തിയ നമ്മുടെ മോമിന്റെ മകനെ ഇവരാണ് മയക്കാനുള്ള മരുന്ന് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവരുടെ അശ്രദ്ധയില് അന്നൊരു മെഡിക്കൽ എറർ സംഭവിച്ചിട്ടുണ്ട്. അതായത് സാധാരണ മയക്കുന്ന മരുന്നിന് പകരം വേറൊരു മരുന്നാണ് അന്ന് ഇവര് ഇഞ്ചെക്ട് ചെയ്തത്. അതുമൂലം ഓർഗൻസ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് അവർക്ക് മനസ്സിലായ ഉടൻ തന്നെ ആ ഒരു സർജറി നടന്നിട്ടുണ്ട്. ആ ഒരു ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോ ഭാവിയിൽ എപ്പോ വേണമെങ്കിലും പ്രശ്നം വരാം. തന്റെ ഹസ്ബൻഡ് സമൂഹം മുഴുവൻ ഈ ഒരു കാര്യം അറിഞ്ഞാല് ഉറപ്പായിട്ടും തന്നെ വെറുക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മുടെ ചീഫിന്റെ ഭാര്യ ആ ഒരു 3 കൊലപാതകങ്ങളും നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരിക്കൽ നമ്മുടെ ചീഫ് ഡോക്ടർ തന്റെ ഭാര്യയുടെ കയ്യില് കൊലപാതകത്തിന് ഉപയോഗിച്ച ആ ഒരു കയറും സർജിക്കൽ നൈഫും കണ്ടപ്പോഴാണ് ഈ ഒരു കൊലപാതകത്തിന്റെ പിന്നില് തന്റെ ഭാര്യയാണെന്ന് അങ്ങേർക്ക് മനസ്സിലായത്. അപ്പോൾ തന്റെ ഭാര്യ രക്ഷിക്കാന് സ്വന്തം പോലീസില് സറണ്ടറായ നമ്മുടെ ഡോക്ടർ ഭാര്യയെ രക്ഷിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ ഹീറോ ആരാണ്? ആര് നുണ പറഞ്ഞാലും നിമിഷ നേരം കൊണ്ട് കണ്ടുപിടിക്കില്ലേ? അങ്ങനെ വല്ലാതെ കൺഫ്യൂസ് ചെയ്ത യഥാർത്ഥ കൊലയാളെ നമ്മുടെ ഹീറോ നൈസായിട്ട് തൂക്കിയിട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥ കൊലയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് മുൻപ് ഹീറോ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് നിങ്ങൾക്കറിയോ? 3 ആളുകളുടെ ജീവൻ നിങ്ങൾ അപഹരിച്ചു. അതിനു പുറമെ ഇനി ആരൊക്കെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ഉള്ളില് നിങ്ങൾ അനാവശ്യമായിട്ട് ഭയത്തെ കോരിയിട്ടിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഈ സിനിമയിൽ ഒരിക്കൽ പോലും റിയാക്ട് ചെയ്യാത്ത ഹീറോ ആദ്യമായിട്ട് അവരോട് പറയുന്നുണ്ട്,
നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല. അങ്ങനെ കോപത്തില് അവരെ ജയിലിലേക്ക് പറഞ്ഞയക്കാണ്. അപ്പോ ആ കാഴ്ച നമ്മുടെ അസിസ്റ്റന്റ് അടുത്ത് നിന്ന് കണ്ടിട്ടില്ലേ? അവൻ പറയുന്നുണ്ട്, അല്ല സാറേ, എനിക്ക് പണ്ടേ അറിയായിരുന്നു. എന്നോട് ഇൻസ്പെക്ടർ പറഞ്ഞ പോലെയല്ല, നിങ്ങളുടെ ഉള്ളിലും ഫീലിങ്സ് ഉണ്ട്. അത് എപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്നറിയോ? നമ്മൾ തുടക്കത്തില് എക്സിന്റെ മരണം നടന്നപ്പോ ആ ഒരു മീറ്റിംഗിൽ പോയില്ലേ? അവിടെ വെച്ച് പോലീസ് ഹെഡ് മരണപ്പെട്ട എക്സിനെ കുറിച്ചോ ഇനി ആര് കൊല്ലപ്പെടാൻ പോകുന്നതിനെ കുറിച്ചോ ഒരു ഭയമില്ലാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അന്ന് അങ്ങേര് പറഞ്ഞത് പോലീസിന്റെ മാനം നഷ്ടപ്പെടാതിരിക്കാൻ ഏത് വിധേനയും കൊലയാളിയെ കണ്ടുപിടിക്കണമെന്നാണ്. അപ്പോഴേ നിങ്ങളുടെ മുഖത്ത് ദേഷ്യം വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളില് ഇമോഷൻസ് ഉണ്ട്. എന്നാൽ അത് എങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്ന് നിങ്ങൾക്കറിയില്ല. ചിലപ്പോൾ അതൊരു മെഡിക്കൽ സിറ്റുവേഷൻ ആയിരിക്കാം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാണ്, നിങ്ങളുടെ കൂടെ എനിക്ക് ആദ്യം തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അങ്ങനെ അസിസ്റ്റന്റ് ഹീറോയെ സമാധാനിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഇത്രയും നേരം ആ ഒരു പാവം അമ്മയെ നമ്മുടെ കൊലപാതകിയാന്ന് സംശയിച്ചിരുന്നില്ലേ? അവര് നേരെ ക്യൂവിന്റെ അടുത്തേക്ക് പോവാണ്. ഇവരുടെ മകന്റെ ഹാർട്ടല്ലേ ക്യൂവിന് വെച്ചിട്ടുള്ളത്. അപ്പോ ഇവന് സ്വന്തം മകനായി കണ്ടിട്ട് അവന്റെ ഉള്ളില് തന്റെ യഥാർത്ഥ മകന്റെ ഹാർട്ട് ബീറ്റ് സ്വന്തം കാത് വെച്ചിട്ട് അവര് കേൾക്കാണ്. എന്നിട്ട് മനസ്സിനോട് പറയുന്നുണ്ട്, എന്റെ മകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതേ സമയത്ത് അറിയാതെ അവരുടെ കണ്ണുകള് നിറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാഴ്ച കുറെ അകലെ നിന്നിട്ട് നമ്മുടെ ഹീറോയും കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹീറോയുടെ മകളുടെ ഓപ്പറേഷനും സക്സസ്ഫുൾ ആയിട്ട് നടന്നിട്ടുണ്ട്. അന്ന് തന്റെ മകളോട് ഹീറോ മനസ്സ് തുറന്ന് സംസാരിച്ച ശേഷം ഇപ്പോ ഹീറോയെ നല്ലൊരു അച്ഛനായിട്ട് അവള് കരുതാൻ തുടങ്ങിയിട്ടുണ്ട്. സ്നേഹത്തോടെ സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല ഭാഗത്തും നമ്മളെ കൺഫ്യൂസ് ചെയ്ത് പല ട്വിസ്റ്റുകളും തന്നിട്ട് അവസാനം നല്ലൊരു എൻഡിങ്ങോടെ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ചില ചെറിയ തിരക്കുകൾ കാരണം 2-3 ദിവസമായിട്ട് വീഡിയോ ഡിലേ ആയി പോകുന്നുണ്ട്. എന്നാൽ അടുത്ത ദിവസം മുതൽ ഡെയിലി നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി കഥയിൽ നാളെ കണ്ടുമുട്ടും വരേക്കും ഇത് നിങ്ങളുടെ സ്വന്തം